സോണിയാഗാന്ധി വരെ നേരിട്ട് പറഞ്ഞിട്ടും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാകാതിരുന്നയാളാണ് VM സുധീരൻ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. എല്ലാവർക്കും ഇത് മോഹഭംഗത്തിന്റെ കാലം. കോൺഗ്രസിൽ നോമിനേഷനാണ് ചിട്ട, തെരഞ്ഞെടുപ്പല്ല. ഉൾപാർട്ടി ജനാധിപത്യം എന്ന ഒന്ന് യഥാർത്ഥത്തിൽ ഇല്ല. വഴക്കടിക്കാം, വിമർശിക്കാം, പാരവയ്ക്കാം, പുറത്താക്കാം, തിരിച്ചെടുക്കാം, ഒക്കെ ശരി. പക്ഷെ പാർട്ടി സ്ഥാനത്തേക്ക് ദില്ലിയിൽ നിന്നും ഇറക്കുമതിയാണ് പാരമ്പര്യം. ഈ പാരമ്പര്യം തുടങ്ങിയത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലാണ്. പിന്നെ അതങ്ങ് ശീലമായി. ഇപ്പോൾ ശീലിച്ചതേ പാലിക്കൂ എന്നുമായി. സോണിയാഗാന്ധി സ്വന്തം അമ്മായിയമ്മ ഉണ്ടാക്കിവെച്ച നോമിനേഷൻ വ്യവസ്ഥ വേണ്ടെന്ന് വെക്കേണ്ടതുമില്ലല്ലോ. കുടുംബം കുടുംബത്തെ തിരുത്തിയാൽ കുടുംബവാഴ്ചയ്ക്ക് അർത്ഥമില്ലാതാകും. പറഞ്ഞു വന്നത് KPCC പ്രസിഡന്റ് പദവിയെക്കുറിച്ചാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് പ്രസിഡന്റ്. മന്ത്രിപദം പോലും വേണ്ടെന്ന് വെച്ചാണ് രമേശ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത്. KPCC പ്രസിഡന്റാവാൻ ഒരുങ്ങിയിരിക്കുന്ന സുധീര വ്യക്തിത്വമാണ് പറവൂർ കൊടുങ്ങല്ലൂർ സാഹിത്യ പരിഷത്തുകൾ നടത്തുന്നത് എന്ന് രമേശ് ജിക്കറിയാം. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരട്ടെ എന്നു കരുതിയാണ് ഇരിപ്പ്. തിരുത്തൽ വാദം പറഞ്ഞ് ആളായി പാർട്ടിയെ സ്വന്തം കൈപ്പത്തിയിൽ കൊണ്ടു നടക്കുന്ന കക്ഷിയോടാണ് കളിയെങ്കിൽ ചരിത്രം മറുപടി പറയും. ലീഡറെയും മകനെയും മകളെയും ഒതുക്കി കുഞ്ഞുഞ്ഞിനൊപ്പം ആബേലും ഗായനും കളിച്ചു വരുന്ന ആളെ ഇവർക്കൊന്നും അറിയില്ല എന്നു വരുമോ? വരട്ടെ, കാണാം എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു നായരീഴവ സഖ്യമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിനെതിരെ വിമോചന സമരത്തിനൊരുങ്ങുന്നത്.